ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിനിടെ വാഷിംഗ്ടൺ സുന്ദറിന് പരിക്കേറ്റതും പകരക്കാരനായി യുവതാരം ആയിഷ് ബദോനിയെ ടീമിലേക്ക് തിരഞ്ഞെടുത്തതും ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. BCCIയുടെ ഈ നീക്കം തികച്ചും ഏകപക്ഷീയമാണെന്നും ടീം മാനേജ്മെന്റ് ഇഷ്ടക്കാരെ തിരികെ കയറ്റുകയാണെന്നുമാണ് ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകരും ആരോപിക്കുന്നത്. പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ താൽപര്യപ്രകാരമാണ് ബദോനി ടീമിലെത്തിയതെന്ന വാദം സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്. സുന്ദറിനെ പോലെ ഒരു പ്രീമിയർ ഓൾറൗണ്ടർക്ക് പകരം ആഭ്യന്തര ക്രിക്കറ്റിൽ വലിയ നേട്ടങ്ങളൊന്നും ഇല്ലാത്ത ബദോനിയെ പരിഗണിച്ചത് ഫേവറേറ്റിസമാണെന്ന വിമർശനമാണ് പ്രധാനമായും ഉയരുന്നത്. ഗൗതം ഗംഭീർ ലക്നൌ സൂപ്പർ ജയൻസ് മെന്ററായിരുന്ന കാലം മുതലേ ബദോനി അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്നു. IPL ബദോനിക്ക് തുടർച്ചയായ അവസരങ്ങൾ നൽകിയതും ഗംഭീറിന്റെ പ്രത്യേക താല്പര്യപ്രകാരമായിരുന്നുവെന്ന് അന്ന് തന്നെ സംസാരമുണ്ടായിരുന്നു. ഇപ്പോൾ ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനത്തിരുന്ന ഗംഭീർ തന്റെ പഴയ IPL ശിക്ഷനെ ദേശീയ ടീമിലേക്ക് കൊണ്ടുവന്നത് അധികാര ദുർവിനിയോഗമാണെന്ന് ഒരു വിഭാഗം ആരാധകർ ആരോപിക്കുന്നു. ലിസ്റ്റ് എ ക്രിക്കറ്റിലെ താരത്തിന്റെ ശരാശരി കണക്കുകളും ഈ ആരോപണങ്ങൾക്ക് ബലം നൽകുന്നു. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ബദോനിയുടെ പ്രകടനം ഒട്ടും ആവേശം നൽകുന്നതല്ല. ഇതുവരെ കളിച്ച 27 മത്സരങ്ങളിൽ നിന്നും വെറും 36.47 ശരാശരിയിൽ 693 റൺസ് മാത്രമാണ് താരം നേടിയത്. ഇതിൽ ഒരു സെഞ്ചുറി മാത്രമാണ് ഉള്ളത്. ബൗളിംഗിലേക്ക് വരുമ്പോൾ സ്ഥിതി ഇതിലും പരിതാപകരമാണ്. വാഷിംഗ്ടൺ സുന്ദർ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ആണെങ്കിൽ ബദോനി വെറും ഒരു പാർട്ട് ടൈം ബൗളർ മാത്രമാണ്. ഏകദിന ക്രിക്കറ്റിലെ നിർണായകമായ 10 ഓവറുകൾ പൂർത്തിയാക്കാൻ ശേഷിയുള്ള ഒരു ബൗളറെയാണോ സുന്ദറിന് പകരക്കാരനായി വേണ്ടതെന്ന ചോദ്യം ഉയരുന്നു. വാഷിംഗ്ടൺ സുന്ദർ പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലും പന്തെറിയാൻ കെൽപ്പുള്ള ബൗളറാണ്. എന്നാൽ ബാറ്റിംഗ് ഓൾറൗണ്ടറായി അറിയപ്പെടുന്ന ബദോനി ടീമിന്റെ 5ാം ബൗളറുടെ വിടവ് നികത്താൻ പ്രാപ്തനല്ല. സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ തഴഞ്ഞ് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നത് ടീമിന് തിരിച്ചടിയാകുമെന്ന് ആരാധകർ ഭയപ്പെടുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തുന്ന സ്പിന്നർമാരെ അവഗണിച്ചാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. സമാനമായ രീതിയിൽ മികച്ച ഫോമിലുള്ള മറ്റ് യുവതാരങ്ങളെ പരിഗണിക്കാതെ ഡൽഹി സ്വദേശി കൂടിയായ ബദോനിയെ എടുത്തത് പ്രാദേശിക താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നും വിമർശനമുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ മികച്ച പ്രകടനം നടത്തിയ ഋതുരാജ് ഗെയ്ക്വാദിനെ തഴഞ്ഞതും ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. ഗെയ്ക്വാദിനെ മാറ്റി നിർത്തി ഋഷഭ് പന്തിനെ കൊണ്ടുവന്നതിലും ഗംഭീറിന്റെയും ഡൽഹി ലോബിയുടെയും താല്പര്യമുണ്ടെന്നാണ് ആരാധകരുടെ പക്ഷം. ടീം സെലക്ഷനിൽ മെറിറ്റിനേക്കാൾ ഉപരി വ്യക്തിപരമായ താല്പര്യങ്ങൾക്കാണ് മുൻതൂക്കം ലഭിക്കുന്നതെങ്കിൽ അത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നിലവാരത്തെ ബാധിക്കുമെന്ന് മുൻ താരങ്ങളും മുന്നറിയിപ്പ് നൽകുന്നു. ഈ തീരുമാനങ്ങൾ വരാനിരിക്കുന്ന നിർണായക ടൂർണമെന്റുകളിൽ ടീമിന് ബാധ്യതയാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. ടീമിലെ ഓരോ സ്ഥാനത്തിനും അർഹരായവർക്ക് മുൻഗണന നൽകണമെന്ന ആവശ്യം ശക്തമാണ്. നാളെ ആരംഭിക്കുന്ന മത്സരത്തിൽ ബദോനിയുടെ പ്രകടനം ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷയായിരിക്കും. താരം പരാജയപ്പെട്ടാൽ അത് പരിശീലകന്റെ സെലക്ഷൻ പോളിസിയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമാകും.